ഉണ്ണീസ് വിജയപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 5ാമത്തെ യൂണിറ്റായ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്നതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നത്. ഇതിനു മുൻപുള്ള യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും പ്രത്യേകം തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യോത്തര രൂപത്തിലുള്ള വീഡിയോകളിൽ കൂടി ഓരോ യൂണിറ്റും കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിന്, നന്നായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന്, പ്രത്യേകം നിങ്ങൾക്ക് നോട്ടുകൾ തയ്യാറാക്കുന്നതിനൊക്കെ സഹായകമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി ആണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. പലരും ഈ മറ്റു തരത്തിലുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞ് ഇവർ പല കാര്യങ്ങളും മറന്നു പോകുന്നതായി പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മറന്നു പോകാതെ എല്ലാ കാര്യങ്ങളും ഓരോ യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ വേണം എന്നുള്ളൊരു അഭിപ്രായം പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വീഡിയോകൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം അത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, എന്താണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന് വിശദീകരിക്കാമോ? ഉത്തരം, സൂര്യൻ, ഗ്രഹങ്ങൾ അതായത് പ്ലാനറ്റ്സ്, ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ്സ്, ക്ഷുദ്രഗ്രഹങ്ങൾ അസ്റ്ററോയിഡ്സ്, കുള്ളൻ ഗ്രഹങ്ങൾ ഡ്വാർഫ് പ്ലാനറ്റ്സ്, വാൽനക്ഷത്രങ്ങൾ കൊമറ്റ്സ്, ഉൽക്കകൾ മെറ്റീരിയറൈറ്റ്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നക്ഷത്രമായ സൂര്യനും പിന്നെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കൂടാതെ സൗരയൂഥത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, ഉൽക്കകൾ എന്നിവയും സൗരയൂഥത്തിലെ അംഗങ്ങളാണ്. സൗരയൂഥത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായ ഗ്രഹങ്ങൾ എല്ലാം തന്നെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഇവയെ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക. ബുധൻ അതായത് മെർക്കുറി, ശുക്രൻ വീനസ്, ഭൂമി എർത്ത്, ചൊവ്വ മാർസ്, വ്യാഴം ജൂപ്പിറ്റർ, ശനി സാറ്റേൺ, യുറാനസ് നെപ്റ്റ്യൂൺ. ഒടുവിലത്തെ 2 ഗ്രഹങ്ങൾ ഒഴിച്ച് മറ്റുള്ള ഗ്രഹങ്ങൾക്കൊക്കെ തന്നെ മലയാളത്തിൽ പ്രത്യേകം പേരുണ്ട്. ഒടുവിലത്തെ 2 ഗ്രഹങ്ങളുടെയും പേര് എല്ലാ രാജ്യങ്ങളിലും എന്നതുപോലെ എല്ലാ ഭാഷയിലും പോലെ ഇവിടെയും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രഹങ്ങളുടെ പേരുകളൊക്കെ തന്നെ മിക്കവാറും വന്നിട്ടുള്ളത് ഗ്രീക്ക് പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകളിൽ നിന്നാണ് എന്നതാണ് ഒരു പ്രത്യേകത. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം, ഭ്രമണപഥം, ഓർബിറ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. അടുത്തത്, ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ്. ചോദ്യം, ഭൂമിയുടെ ഉപഗ്രഹം ഏത്? ഉത്തരം, ചന്ദ്രൻ, മൂൺ. ഇപ്പോൾ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന കാര്യത്തിൽ പ്രകൃതിയുള്ള ഉപഗ്രഹങ്ങളെയാണ് നാം ഇവിടെ ഉപഗ്രഹങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയടക്കം, നമ്മുടെ രാജ്യമടക്കം ഒരുപാട് രാജ്യങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തുണ്ട്. ചിലവ ഭൂമിയെ ചുറ്റുന്നു, മറ്റു ചിലത് ഭൂമി ചുറ്റുന്നതിനോ സ്വയം ഭ്രമണം ചെയ്യുന്നതോടൊപ്പം അതേ അന്തരീക്ഷത്തോടൊപ്പം തന്നെ ചലിക്കുന്നു. അതായത് ഭാരതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന് മാത്രമായുള്ള ഉപഗ്രഹം ഭാരതത്തിൻ്റെ നേരെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ വിവിധ രീതിയിലുള്ള ചിത്രങ്ങളും വിവരങ്ങളും നമുക്ക് കൈമാറുന്നു. ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനത്തിനും മറ്റും സാധിക്കുന്നത് ഇത്തരം ഉപഗ്രഹങ്ങളുടെ സഹായം കൊണ്ടാണ്. വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം, ഇതിനൊക്കെ കൃത്രിമ ഉപഗ്രഹങ്ങൾ സഹായിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിപ്പുകൾ തരുന്നതിന് ഒക്കെ ഇതുവഴിയാണ് സാധിക്കുന്നത്. അതുവഴി കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകളും അതുപോലെ തന്നെ മനുഷ്യജീവനും രക്ഷിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസം എത്രയാണ് എന്നുള്ളത്, സമയം എത്രയാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂദിനം അല്ലെങ്കിൽ സോളാർ ഡേ എന്ന് പറയാറുണ്ട്. എന്താണ് ഭൂദിനം?
എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം ഭൂമിയിലെ ഒരു ദിവസമാണ് ഒരു ഭൂദിനം. അപ്പോൾ എന്താണ് ഒരു പ്രകാശവർഷം എന്നത്? അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ നാം എപ്പോഴും പറയുന്ന ഒന്നാണ് ലൈറ്റ് ഇയർ, അതായത് പ്രകാശവർഷം. അപ്പോൾ എന്താണ് പ്രകാശവർഷം? ഉത്തരം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം എന്നത്. എന്താണ് പ്രകാശവർഷം എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകുന്നതിന് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം. സൂര്യനിൽ നിന്ന് പ്രകാശം സഞ്ചരിച്ച് ഭൂമിയിലെത്തുന്നതിന് 8 മിനിറ്റാണ് ഏതാണ്ട് സമയമെടുക്കുന്നത്. 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനിൽ നിന്ന് പ്രകാശം ഏറ്റവും വേഗത്തിൽ, ശബ്ദത്തെക്കാളൊക്കെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയമാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ചെത്തുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പോൾ നക്ഷത്രങ്ങൾ, പ്രപഞ്ചത്തിലുള്ള നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. അവിടെ നിന്ന് 8 മിനിറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത മറ്റൊരു നക്ഷത്രത്തിലേക്ക് എത്താൻ ലക്ഷക്കണക്കിന് പ്രകാശവർഷം തന്നെ വേണ്ടി വരും. അപ്പോൾ എത്ര പ്രകാശവർഷം എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, ഒരു പകലും ഒരു രാത്രിയും അടങ്ങുന്ന 24 മണിക്കൂറാണ് ഒരു ഭൂദിനം എന്നറിയാമല്ലോ. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിലെ ഒരു ദിനം എത്ര മണിക്കൂറാണെന്ന് പറയാമോ? ഓരോ ഗ്രഹവും സ്വയം ഒരു വട്ടം ഭ്രമണം ചെയ്ത് സ്വയം ഒരു കറക്കം പൂർത്തിയാക്കുന്നതിനെടുക്കുക എന്ന സമയമാണ് അവിടുത്തെ ഒരു ദിനത്തിന് വേണ്ടി വരിക. അപ്പോൾ ആ നിലയിൽ ഓരോ ഗ്രഹത്തിലെയും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ അതേ സമയമല്ല, 24 മണിക്കൂറല്ല അവിടെ ഒരു ദിവസത്തിന് സമയം എടുക്കുന്നത്. നോക്കാം. ബുധൻ അഥവാ മെർക്കുറിയിൽ 1408 മണിക്കൂർ കൊണ്ടാണ് ബുധൻ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. ശുക്രൻ, വീനസ് 5832 മണിക്കൂർ എടുക്കുന്നു ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ. ഭൂമിയോ, എർത്തിൽ 24 മണിക്കൂർ. നമ്മുടെ ഏറ്റവും അടുത്ത് ഭ്രമണത്തിന് സാമ്യമുള്ള സമയമെടുക്കുന്ന ഒരു ഗ്രഹം ചൊവ്വയാണ്, മാർസ് 25 മണിക്കൂർ. വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം, ജൂപ്പിറ്റർ 10 മണിക്കൂർ കൊണ്ടും, ശനി സാറ്റേൺ 11 മണിക്കൂർ കൊണ്ടും, യുറാനസ് 17 മണിക്കൂർ കൊണ്ടും, നെപ്റ്റ്യൂൺ 16 മണിക്കൂർ കൊണ്ടും സ്വന്തം ഭ്രമണം പൂർത്തിയാക്കുന്നു. ഇനി അടുത്ത ചോദ്യം, നിക്കോളാസ് കോപ്പർനിക്കസ് സൗരയൂഥവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രധാന കണ്ടുപിടുത്തം എന്തായിരുന്നു? പേരുകേട്ട ശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസ്, അദ്ദേഹം സൗരയൂഥവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടുപിടുത്തമാണ് ചോദിക്കുന്നത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുണ്ടായിരുന്ന വിശ്വാസം. പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനനിരീക്ഷകനുമായ കോപ്പർനിക്കസ് ഈ വിശ്വാസം തെറ്റാണെന്നും സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നും പ്രഖ്യാപിച്ചു. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്യൻ സഞ്ചാരിയായ മഗല്ലൻ തൻ്റെ യാത്രാസംഘത്തിൽ കപ്പലിലൂടെ സമുദ്രസഞ്ചാരത്തിലൂടെ ഭൂമി ഒരു വട്ടം ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ നാവിക സംഘം നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇത് ശാസ്ത്രലോകത്തിന് തികച്ചും സത്യമാണ് എന്നുള്ളത് ബോധ്യമായത്. ഇനി അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ ഓരോ അംഗങ്ങളുടെയും സവിശേഷതകൾ പട്ടികപ്പെടുത്താമോ? ആദ്യം സൂര്യനെക്കുറിച്ച് തന്നെ നോക്കാം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായ നക്ഷത്രം 70% ഹൈഡ്രജനും 28% ഹീലിയവും 2% മറ്റു വാതകങ്ങളും അടങ്ങിയ സ്വയം ജ്വലിക്കുന്ന വാതക ഗോളമാണ് സൂര്യൻ. വൻതോതിൽ താപവും ഊർജ്ജവും പുറത്തുവിടുന്നു. ഭൂമിയിൽ നിന്ന് ദൂരം ഏകദേശം 15 കോടി കിലോമീറ്റർ. 5780 കെൽവിനാണ് സൂര്യൻ്റെ ഉപരിതല ഊഷ്മാവ്. വളരെ ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കെൽവിൻ. ഒരു കെൽവിൻ എന്ന് പറഞ്ഞാൽ 273 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ ഇവിടെ ഒരു ദിവസത്തെ താപനില 40 ഡിഗ്രി 44 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഉയർന്ന ചൂടായി, നമുക്ക് സഹിക്കാനാവില്ല. അപ്പോൾ 273 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു കെൽവിൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള 5780 കെൽവിൻ, 5780 × 273 ഡിഗ്രി ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ ഉപരിതല ഊഷ്മാവ്. അപ്പോൾ ഇനി നമുക്ക് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ബുധൻ, മെർക്കുറിയെക്കുറിച്ച് നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം, ഏറ്റവും ചെറിയ ഗ്രഹം, ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്നു. ഭൂമിയുടെ 10 വലുപ്പം. 58 ഭൂദിനങ്ങളും 15 മണിക്കൂറും 30 മിനിറ്റും കൂടിയതാണ് ബുധനിലെ ഒരു ദിനം. കാരണം അത്രയും സമയമെടുത്താണ് അത് ഭ്രമണം പൂർത്തിയാക്കുന്നത്. എന്നാൽ വെറും 88 ദിവസമേ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യാൻ വേണ്ടതുള്ളൂ. ബുധന് അന്തരീക്ഷമില്ല, ഉപഗ്രഹങ്ങളുമില്ല. രണ്ടാമത്തെ ഗ്രഹം ശുക്രനാണ്, വീനസ്.
സൂര്യനിൽ നിന്നും രണ്ടാമത് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹവും അതെ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കറങ്ങുന്നതിനാൽ പടിഞ്ഞാറ് സൂര്യോദയമുള്ള ഏക ഗ്രഹമാണ്. എല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് കറങ്ങുന്നതുകൊണ്ട് ഭൂമിയടക്കം കിഴക്ക് സൂര്യനുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. എന്നാൽ നേരെ ശുക്രൻ ഇതിന് നേരെ തിരിച്ചാണ്, എല്ലാവരെയും പോലെയല്ല. പടിഞ്ഞാറ് സൂര്യോദയമുള്ള ഏക ഗ്രഹമാണ് ശുക്രൻ. സൂര്യനെ ചുറ്റുന്നതിനേക്കാൾ 225 ദിവസം കൊണ്ടാണ് സൂര്യനെ ഒരു വട്ടം ചുറ്റുന്നത്, അതായത് പരിക്രമണം പൂർത്തിയാക്കുന്നത്. സ്വയം കറങ്ങുന്നതിന് 243 ദിവസം വേണം. സ്വയം കറങ്ങുന്നതിന് കൂടുതൽ സമയമെടുക്കുന്ന ഏക ഗ്രഹം. സൂര്യനെ ചുറ്റുന്നതിന് എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം സ്വയം കറങ്ങാനെടുക്കുന്ന ഒരേ ഒരു ഗ്രഹവും കൂടിയാണ് ശുക്രൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, പെരുമീൻ, വെള്ളിമീൻ എന്നീ പേരുകളുള്ള ശുക്രനെ സൂര്യോദയത്തിന് തൊട്ടു മുമ്പും സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെയും ആകാശത്ത് കാണാം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഉപഗ്രഹങ്ങളില്ല. ഭൂമിയുമായുള്ള രൂപസാമ്യം മൂലം ഭൂമിയുടെ ഇരട്ട എന്ന് ശുക്രൻ അറിയപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഭൂമിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. വിശദമായിട്ട് നമുക്ക് പിന്നെയും സംസാരിക്കാം. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള സൗരയൂഥത്തിലെ ഒരേ ഒരു ഗ്രഹം, ബഹിരാകാശത്തു നിന്നും നോക്കുമ്പോൾ നീല നിറം. കാരണം ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. സമുദ്രത്തിൻ്റെ അഗാധ നീലിമ അത് അവിടെ പ്രതിഫലിക്കും. ബഹിരാകാശത്ത് നോക്കുമ്പോൾ നീല നിറത്തിലാണ് ഭൂമിയെ കാണുന്നത്. ഒരു ഉപഗ്രഹമുണ്ട്, ചന്ദ്രൻ. ഭൂമി ഒരു പൂർണ്ണ ഗോളാകൃതിയിലല്ല. മധ്യരേഖാ പ്രദേശങ്ങളിൽ, ഭൂമധ്യരേഖയുടെ അടുത്ത പ്രദേശങ്ങൾ അല്പം പുറത്തേക്ക് തള്ളിയും ധ്രുവങ്ങളിൽ അല്പം ഉള്ളിലേക്ക് താഴ്ന്നുമാണ് കിടക്കുന്നത്. ഭൂമിയുടെ ഈ ഗോളാകൃതിയെ ജിയോയിഡ് എന്നാണ് വിളിക്കുന്നത്. അതൊരു പ്രത്യേക വാക്കാണ്, അത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുക, ജിയോയിഡ്. ഭൂമിയോടൊപ്പം അതേ വേഗതയിൽ ഭൂമിയുടെ അന്തരീക്ഷവും നമ്മളും ചലിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഭ്രമണവേഗം നമുക്ക് അനുഭവപ്പെടാത്തത്. ഭൂമി കറങ്ങുമ്പോൾ അതോടൊപ്പം തന്നെ അന്തരീക്ഷം ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും അതോടൊപ്പം നീങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത നമ്മൾ സ്വയം അറിയാത്തത്. അടുത്തത് ചൊവ്വയാണ്, മാർസ്. ഭൂമിയോട് ഏറ്റവും സാമ്യമുള്ള ഗ്രഹമാണ് ചൊവ്വ. അവിടെ ജീവനുണ്ട്, മനുഷ്യരെ പോലെയുള്ള ജീവികളുണ്ട് എന്നൊക്കെ ഉള്ള സംശയം ഒരുപാട് കഥകളും നോവലുകളും മറ്റു തരത്തിലുള്ള ആഖ്യാനങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് അവിടെ നടത്തിയ പര്യവേഷണങ്ങളിൽ നിന്ന് ഇവിടെയുള്ളതുപോലുള്ള ജീവജാലങ്ങൾ അവിടെയില്ല. സൂക്ഷ്മ തലത്തിലുള്ള ജീവൻ്റെ തുടിപ്പുകൾ അവിടെ ഉണ്ടാവാം, അത് പൂർണ്ണമായും നിഷേധിച്ചിട്ടില്ല. പണ്ട് ഒരു കാലത്ത് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു. അപ്പോൾ സമൃദ്ധമായ ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ ഗ്രഹത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇരുമ്പിൻ്റെ അംശം കൂടുതലുണ്ട് അവിടുത്തെ മണ്ണിൽ. അതുകൊണ്ട് ചൊവ്വയെ ചുവന്ന ഗ്രഹം എന്ന് പറയും. ഈ ഗ്രഹത്തിന് അതാണ് ചുവപ്പ് നിറം നൽകുന്നത്. അന്തരീക്ഷമുണ്ട്, പക്ഷേ ഇവിടുത്തെ അത്രയും അന്തരീക്ഷ മർദ്ദം ഇല്ല എന്ന് മാത്രം. 2 ഉപഗ്രഹങ്ങളുണ്ട് ചൊവ്വയ്ക്ക്. ഇനി വ്യാഴം, ജൂപ്പിറ്ററാണ് ഏറ്റവും വലിയ ഗ്രഹം. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള അകലത്തിൻ്റെ 5 ഇരട്ടിയിലധികമാണ് ഭൂമിയിൽ നിന്നും വ്യാഴത്തിലേക്കുള്ള അകലം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണിത്. വ്യാഴത്തിന് 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ഇതിലേറ്റവും വലുതാണ് ഗാനിമീഡേ. അയോ, കലിസ്റ്റോ, യൂറോപ്പ എന്നിവയും പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ്. മണിക്കൂറിൽ 1680 കിലോമീറ്റർ വേഗത്തിൽ ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ വ്യാഴത്തിൻ്റെ ഭ്രമണവേഗം 45,000 കിലോമീറ്ററാണ്. അപ്പോൾ 45,000 കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ വ്യാഴം ഭ്രമണം ചെയ്യുന്നത്, സ്വയം കറങ്ങുന്നത്. ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗം 1680 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ. വെറും 10 മണിക്കൂർ കൊണ്ട് ഈ ഭീമൻ തൻ്റെ ഭ്രമണം പൂർത്തിയാക്കുന്നു. അതായത് അവിടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 10 മണിക്കൂറേ ഉള്ളൂ. എന്നാൽ നമ്മുടെ 12 വർഷം കൊണ്ടാണ് വ്യാഴം സൂര്യന് ചുറ്റുമുള്ള പരിക്രമണം പൂർത്തിയാക്കുന്നത്. സൂര്യനെ ചുറ്റാൻ നമ്മുടെ 12 വർഷത്തിനടുത്ത സമയം, 11 വർഷവും മാസങ്ങളും ഒക്കെ, ഏതാണ്ട് നമുക്ക് 12 വർഷം എന്ന് പറയാം, സൂര്യന് ചുറ്റുമുള്ള പരിക്രമണം പൂർത്തിയാക്കുന്നത്. അതായത് 12 വർഷം കാലയളവിന് വ്യാഴവട്ടം എന്ന് പറയാൻ അതാണ് കാരണം. ഒരു വ്യാഴവട്ടക്കാലം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വ്യാഴം എന്ന ഗ്രഹം 12 വർഷത്തോളം സമയമെടുത്ത് സൂര്യനെ ചുറ്റുന്നതുകൊണ്ട് ഒരു 12 വർഷ കാലയളവ് എന്നുള്ള അർത്ഥത്തിൽ ഒരു വ്യാഴവട്ടം എന്ന് പറയാറുണ്ട്. 1610 ഗലീലി എന്ന ശാസ്ത്രജ്ഞൻ ഈ 4 ഉപഗ്രഹങ്ങളെയും കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഈ 4 ഉപഗ്രഹങ്ങളെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ഗ്രഹം ശനിയാണ്, സാറ്റേൺ. ഭൂമിയുടെ 95 മടങ്ങ് വലുപ്പമുള്ള ശനി
ഭൂമിയിൽ നിന്നും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും വിദൂരത്തിലുള്ള ഗ്രഹമാണ്. നമ്മുടെ വെറും കണ്ണുകൊണ്ട് കാണാം. ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരെയാണെങ്കിലും ഭൂമിയുടെ 95 മടങ്ങ് വലുപ്പം അതിനുണ്ട്. വാതക ഭീമനായ ശനിക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞതാണ് ശനിയുടെ ഗ്രഹം, ശനി ഗ്രഹം. മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ശനിക്കുള്ള വ്യത്യാസം ചുറ്റും കാണപ്പെടുന്ന വലയങ്ങളാണ്. 53 ഉപഗ്രഹങ്ങളെ സ്ഥിരീകരിക്കുകയും 29 എണ്ണം സ്ഥിരീകരണം കാത്തിരിക്കുകയും ചെയ്യുന്നു. അത് ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട് ശനിക്ക്. 10 മണിക്കൂർ 42 മിനിറ്റ് കൊണ്ട് ഭ്രമണം ചെയ്യുന്ന ശനി 29 വർഷം കൊണ്ടാണ് സൂര്യന് ചുറ്റുമുള്ള പരിക്രമണം പൂർത്തിയാക്കുന്നത്. ഇനി അടുത്ത ഗ്രഹം യുറാനസ് ആണ്. എല്ലാ ഗ്രഹങ്ങളും ഭ്രമണം ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് പോലെ ശയന പ്രദക്ഷിണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് യുറാനസ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് 23.5 ഡിഗ്രിയാണെങ്കിൽ യുറാനസിൻ്റേത് 98 ഡിഗ്രിയാണ്. അതുകൊണ്ട് യുറാനസിൻ്റെ ധ്രുവങ്ങളാണ് സൂര്യന് നേരെ വരുന്നത്. ഭൂമിയുടെ 4 ഇരട്ടി വലുപ്പമുണ്ട്. 17 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് ഭ്രമണം ചെയ്യുന്ന യുറാനസ് 84 വർഷം കൊണ്ടാണ് സൂര്യനെ ചുറ്റുന്നത്. 25ലധികം ഉപഗ്രഹങ്ങളുണ്ട്. മറ്റ് ഏറ്റവും അകലെ കിടക്കുന്ന ഗ്രഹം, അംഗീകരിക്കപ്പെട്ടുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനെ ചുറ്റുന്നതിന് 164 വർഷമെടുക്കുന്ന നെപ്റ്റ്യൂൺ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമാണ്. ട്രൈറ്റൺ എന്ന ഉപഗ്രഹമടക്കം 14 ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോൾ സൗരയൂഥത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെ, സൂര്യനെ ഒക്കെ പരിചയപ്പെട്ടല്ലോ. ഇനി കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഗാലക്സി, ഡ്വാർഫ് പ്ലാനറ്റ്സ്, ആസ്റ്ററോയിഡ്സ്, ഗാലക്സി, അതായത് പ്രപഞ്ചം, യൂണിവേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രഹ നിയമങ്ങൾ? ഒരു ഗോളത്തെ ഗ്രഹമായി അംഗീകരിക്കുന്നുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? 9ാമത്തെ ഗ്രഹമായി അറിയപ്പെട്ടിരുന്ന പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും ഒഴിവാക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായി കണ്ടു കാണുമല്ലോ. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ കൂടുതൽ വിശദമായി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ചാനലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.